ഇടുക്കി അടിമാലിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട വീട്ടമ്മയ്ക്ക് ആഴ്ചകൾ കഴിഞ്ഞിട്ടും വനംവകുപ്പിന്റെ സഹായം ലഭിച്ചിട്ടില്ല. നടപടിക്രമങ്ങൾ പാലിച്ച് അക്ഷയ വഴി അപേക്ഷ നൽകണമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഗുരുതര പരിക്കേറ്റ വീട്ടമ്മയുടെ തുടർ ചികിത്സയ്ക്ക് വലിയ തുക കണ്ടെത്തേണ്ട ബുദ്ധിമുട്ടിലാണ് കുടുംബം. അടിമാലി ടൗണിൽ ചായക്കട നടത്തിയിരുന്ന ആളാണ് സുഷമ ബിനു. കഴിഞ്ഞ 17-ാം തീയതി കട തുറക്കാൻ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ വരുമ്പോൾ കാട്ടുപന്നിക്കൂട്ടം ഇടിച്ചു തെറിപ്പിച്ചു. വീഴ്ചയിൽ സുഷമയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒരു കണ്ണ് തുറക്കാൻ പറ്റാത്ത വിധമാണ്. കൃഷ്ണമണിയുടെ ചലനത്തെ ബാധിക്കുന്ന ഞരമ്പിനും ക്ഷതമേറ്റു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമായിരുന്നു ചികിത്സ. അപകടമുണ്ടായി 3 ആഴ്ച കഴിഞ്ഞിട്ടും പക്ഷേ വനം വകുപ്പിന്റെ നഷ്ടപരിഹാരം കിട്ടുന്നതിൽ തീരുമാനമില്ല. ഈ കണ്ണ് എനിക്ക് തുറക്കാൻ പറ്റില്ല. നമ്മൾ ഇടത് കൈ കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ കൃഷ്ണമണി ചലിക്കില്ല. കൃഷ്ണമണി വികസിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഞരമ്പ് ഒരു 2 ഞരമ്പുകൾക്കാണ് തലച്ചോറിൽ നിന്ന് ഡാമേജ് ആയേക്കണെന്ന് പറഞ്ഞ് ഫോറസ്റ്റിൽ നമ്മൾ അറിയിച്ചായിരുന്നു. ചെന്നൊരു പരാതി എഴുതി കൊടുത്തു. മോനാണ് എഴുതി കൊടുത്തത്. അപ്പോൾ അവരിൽ നിന്ന് പറ്റുന്ന ബില്ലുകളൊന്നും കളയരുത്, അവരെ കൊണ്ട് പറ്റുന്ന സഹായം വാങ്ങിച്ചു തരാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ആശുപത്രി ചികിത്സാരേഖകളും പണം ചെലവായതിന്റെ ബില്ലുകളും സഹിതം അക്ഷയ സെന്ററിൽ അപേക്ഷ നൽകണമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഭർത്താവും 3 മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ വരുമാന മാർഗം സുഷമയുടെ ചായക്കടയായിരുന്നു. അപകടത്തിന് ശേഷം ഇത് തുറന്നിട്ടില്ല. നിത്യച്ചെലവിനും ചികിത്സയ്ക്കുമായി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വനം വകുപ്പ് അടിയന്തരമായി ധനസഹായം ലഭ്യമാക്കുന്നതിനൊപ്പം സുമനസ്സുകളുടെ സഹായം കൂടി സുഷമയും കുടുംബവും പ്രതീക്ഷിക്കുന്നുണ്ട്. 24 ഇടുക്കി.